വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കുടുംബ ധ്യാന വിഷയങ്ങളിൽ കുടുംബത്തിലേക്ക് വന്ന ശാപ പാപ ബന്ധനങ്ങളുടെ തലമുറകളായി കൈമാറി കടന്നു വരുന്ന ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ എന്താണ്, എപ്രകാരമാണ് എന്നൊക്കെ കഴിഞ്ഞ ഓരോ എപ്പിസോഡിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച എന്ന വിധത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എന്നുള്ളതാണ്. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ദുഃഖത്തിലും വേദനയിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഒത്തിരിയധികം ശാപത്തിൻ്റെ പരിണതഫലം, തകർച്ചകൾ ഞാൻ അനുഭവിക്കുന്നു. ഇത് എൻ്റെ വിധിയാണ്, ഇത് ദൈവം എനിക്ക് തന്നതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ തലവരെയാണ്, ഇതൊക്കെ ഈ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്, ഇതൊക്കെ പൂർവികർ ചെയ്തതിൻ്റെ ഫലമാണ്, അനന്തര ഫലമാണ്, അനുഭവിക്കാതെ വയ്യ, ഇതെൻ്റെ വിധിയാ, അങ്ങനെയൊക്കെ ധരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങളങ്ങനെ നിരാശപ്പെട്ട് അങ്ങനെ ചിന്തിച്ച് ആ ചിന്തയാൽ നീറിപ്പുകഞ്ഞ് ഒരു തീക്കന് പോലെ ജീവിക്കേണ്ട വ്യക്തിയല്ല. കുറ്റബോധത്താൽ നിങ്ങൾ ജീവിക്കേണ്ട വ്യക്തിയല്ല. ശാപമുണ്ടെങ്കിലും അതിനൊരു മരുന്നുണ്ട്, അതിനൊരു അവസാനമുണ്ട്. അത് മനുഷ്യനെ എന്നേക്കുമായി തകർക്കേണ്ട ആവശ്യമില്ല. ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനൊരു മരുന്നുണ്ട്, പാപമുണ്ടെങ്കിൽ അതിനൊരു മരുന്നുണ്ട്. ഇതുപോലെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് തകർച്ചകളോ കണ്ണുനീരോ ദുഃഖാനുഭവങ്ങളോ ആയിക്കോട്ടെ, അത് സാമ്പത്തികമോ ശാരീരികമോ മാനസികമോ കുടുംബപരമോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ നിന്ന് വെളിയിൽ വരുവാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കും. പൂർണ്ണമായും 100% നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുതൽ ഉണ്ട്. പ്രത്യാശയ്ക്ക് വകയുണ്ട്. ബൈബിളിൽ നിന്ന് നമുക്കൊരു വചനം വായിക്കാം. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. വചനം ഇങ്ങനെയാണ് പറയുക: കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയാം. കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ?
ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മാതളനാരം, ഒലിവ്, മുന്തിരിവള്ളി ഇവയൊന്നും നിങ്ങൾക്ക് ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനത്തെക്കുറിച്ച് നന്നായി നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്താണ് കർത്താവിൻ്റെ ആലയം? ഇവിടെ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരുമാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയം നമ്മളാണ്, ഞാനാണ്, നിങ്ങളാണ്. ദൈവത്തോട് മാമോദീസായിലൂടെ ഒട്ടിച്ചേർക്കപ്പെട്ട വ്യക്തികളായ നമ്മുടെ ഉള്ളിൽ ദൈവം ആത്മാവായി വന്ന് വസിക്കുന്നു. ആയതിനാൽ നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് പുതിയ നിയമ സുവിശേഷം ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് ഒരു വ്യക്തിയിലാണ്. ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു. ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവ ആലയമാണ്, ദേവാലയമാണ്. അപ്പോൾ എന്താ പറയുന്നത്? കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുവാൻ തക്ക വിധം, ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കേണ്ടതിന്, എന്നേക്കുമായി വസിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തറക്കല്ല് ഇട്ടാൽ, ഒന്ന് തറക്കല്ലിട്ടാൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നാണ് ഈ വചനം പറയുക. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി വന്ന് വസിക്കണമെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന നിന്റെ ജീവിതമാകുന്ന ആ ഭവനം, ആ ആലയം നീ പണിയണം. അതിന് തറക്കല്ലിടണം. നീ തറക്കല്ലിടാൻ തയ്യാറാണെങ്കിൽ, തറക്കല്ലിടേണ്ടത് ഞാനാണ്, നിങ്ങളാണ്, നമ്മളാണ് തറക്കല്ലിടേണ്ടത്. ദൈവമേ നീ തറക്കല്ലിടെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരാ. എല്ലാ പണിയും ദൈവത്തെ ഏൽപ്പിക്കരുത്. നമ്മളോട് ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്യണം. നമ്മളോട് ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ ആലയം ഇടിഞ്ഞ് തകർന്ന് കിടക്കുക നമ്മുടെ ജീവിതം തന്നെ. എന്നാൽ യേശു വസിക്കുവാൻ തക്ക വിധം ഈ ആലയത്തെ ഒന്ന് പണിയുവാൻ, ഒന്ന് പണിതെടുക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതത്തിന്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഒരു തറക്കല്ലിടാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ, തറക്കല്ലിട്ടാൽ അന്നു മുതൽ നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ സാമ്പത്തിക മേഖല, ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. അന്ന് മുതൽ. എന്നിട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ മുന്തിരിയും മാതളനാരവും ഒലിവും ഫലം നൽകുന്നില്ലേ? ഫലം നൽകുന്നില്ലേ? മൃഗങ്ങൾ ഫലം നൽകുന്നില്ലേ? കൃഷിയിടങ്ങൾ ഫലം നൽകുന്നില്ലേ? ഇന്ന് പലപ്പോഴും പലരുടെയും കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ ലാഭമില്ല, നഷ്ടമാണ്. ഇറക്കുന്നത് മാത്രമേ ഉള്ളൂ, മുതൽ മുടക്ക് മാത്രമേ ഉള്ളൂ, ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഒരാൾ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, പണം ലക്ഷങ്ങൾ മുടക്കും, തിരിച്ചൊന്നും കിട്ടുന്നില്ല. ഏത് ജോലി ചെയ്താലും പരാജയം, ഏത് ബിസിനസ് ചെയ്താലും പരാജയം.
എല്ലായിടത്തും പണം പോകുക മാത്രം. കൊട്ടയ്ക്കകത്ത് വെള്ളം കോരുന്നത് പോലെയാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. ഇറക്കുന്നുണ്ട്, അവർക്ക് ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ചെലവേ ഉള്ളൂ, വരവ് ഇല്ല. 10 പൈസ കൈ കിട്ടിയാൽ, 25,000 രൂപ മാസ ശമ്പളം കിട്ടിയാൽ പോകാൻ ചെലവാക്കാൻ 2 ദിവസം മതി. പിന്നെയും അടുത്ത 28 ദിവസം നോക്കി നിൽക്കുക ശമ്പളം കിട്ടാൻ. നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ചെലവാക്കുന്ന അനേകം വ്യക്തികൾ. പോക്കറ്റ് എപ്പോഴും കാലിയാണ്, മിച്ചമൊന്നുമില്ല. എപ്പോഴും എല്ലായിടത്തും നഷ്ടങ്ങൾ മാത്രം. നഷ്ടങ്ങളുടെ കഥ, പരാജയത്തിൻ്റെ കഥ. ഒന്നും എത്തുന്നില്ല, തികയുന്നില്ല, പോരാ. പ്രിയമുള്ളവരെ, ഇതൊക്കെ പരാജയത്തിൻ്റെ, ശാപത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം? വിത്ത് കളപ്പുരയിൽ തന്നെയാണോ? വിത്ത് എവിടെയാ? വിത്ത് വിതയ്ക്കേണ്ടതാ, വിത്ത് വിതയ്ക്കേണ്ടതാ. പക്ഷേ ഇപ്പോഴും കളപ്പുരയിൽ ഇരിക്കുക. കണ്ടോ, ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, അധ്വാനിക്കാൻ പറ്റുന്നില്ല. വിത്ത് കളപ്പുരയിൽ ഇരിക്കേണ്ടതല്ല, വിതയ്ക്കേണ്ടതാ. അപ്പോൾ വിത്ത് കളപ്പുരയിലാണോ? നിങ്ങളുടെ മാതളനാരവും ഒലിവും മുന്തിരിവള്ളിയും ഫലം നൽകുന്നില്ലേ? ഫലം നൽകുന്നില്ലേ? ഫലം നൽകാത്തത് ശാപത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ശാപത്തിൻ്റെ അടയാളം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എന്താ ഇവിടെ മുന്തിരിവള്ളി? ആരാ മുന്തിരിവള്ളി എന്ന് പറയുന്നത്? നമ്മൾ തിന്നുന്ന മുന്തിരിങ്ങയെക്കുറിച്ചല്ല പറയുന്നത്. മുന്തിരിവള്ളി ഇത് ജീവിത പങ്കാളിയെക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തനം 128 പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ ഫലമേകുന്ന, ഫലസമൃദ്ധമായ, നിനക്ക് മധുരം നൽകുന്ന മുന്തിരി പോലെയായിരിക്കും നിന്റെ ഭാര്യ നിന്റെ വീട്ടിൽ. അപ്പോൾ ഈ ഭാര്യ നിനക്ക് ഫലം നൽകുന്നില്ലേ? ഈ മുന്തിരി ഫലം നൽകുന്നില്ലേ? ഈ മുന്തിരിങ്ങായ ഒന്ന് തിന്നാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിക്കുമായിരിക്കാം. ചില മുന്തിരിങ്ങ പുളിയുള്ള മുന്തിരിങ്ങായ, ചില മുന്തിരിങ്ങ എപ്പോഴും കയ്പാണ്. അപ്പോൾ കയ്പും പുളിയുമുള്ള മുന്തിരിങ്ങകളുണ്ട്. ഇതുപോലെയാണ് ചില ജീവിത പങ്കാളികൾ. ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഭർത്താവിന് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല. ഭാര്യയെന്ന് തൊട്ട് കഴിഞ്ഞാൽ എപ്പോഴും എരിവും പുളിയും കയ്പുമൊക്കെയാണ് ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ലഭിക്കുക. തിരിച്ചുമാകാം ഭർത്താവിൽ നിന്ന് ലഭിക്കുക. ഇത് ശാപത്തിൻ്റെ അടയാളമാണ്. ഒലിവ് എന്നതാണ്? ഒലിവ്, ഒലിവ് എന്ന് പറയുന്നത് മക്കളാണ്. ബൈബിൾ പഠിപ്പിക്കുന്നു, നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിന്റെ മക്കൾ. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. സങ്കീർത്തനം 128 3-4 വാക്യങ്ങളിൽ പറയുകയാണ്. അപ്പോൾ ഈ മക്കൾ ഫലം നൽകുന്നില്ലേ? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടാണ് പോകുന്നത്. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? അസ്വസ്ഥമാണോ? മനസ്സ് വേദനിക്കാറുണ്ടോ? മക്കളെ ഓർത്ത് കരയാറുണ്ടോ? വഴിപിഴച്ച ജീവിതത്തിലാണോ? മക്കൾ ഫലം നൽകുന്നില്ലേ? ഒലിവ് ഫലം നൽകുന്നില്ലേ? മാതളനാരം ഫലം നൽകുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തെളിവായിട്ടാണ് ഇതെല്ലാം ഇവിടെ പറയുന്നത്. മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമൃദ്ധി, ഇതൊന്നും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖല, ശാരീരിക മേഖല, മനസ്സിൻ്റെ തലങ്ങൾ, ഭൗതിക മണ്ഡലങ്ങൾ, ഇവിടെയൊന്നും ഫലം നിങ്ങൾക്ക് ഇതുവരെയും കാണാൻ പറ്റുന്നില്ലേ? ഫലം എടുക്കാൻ പറ്റുന്നില്ലേ? അവിടെ പറയുകയാണ്, സാരമില്ല, സാരമില്ല, എങ്കിലും സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ആലയത്തിന്, കർത്താവിൻ്റെ ആലയത്തിന് നീയായി ഒരു തറക്കല്ലിട്ടാൽ അന്ന് മുതൽ നീ അനുഗ്രഹിക്കപ്പെടും. അന്ന് മുതൽ, എന്ന് മുതൽ? നീ തറക്കല്ലിട്ട അന്ന് മുതൽ നീ അനുഗ്രഹിക്കപ്പെടും. നീ തറക്കല്ലിട്ടാൽ അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കല്ലെടുത്ത് വെക്കും. അനുഗ്രഹമാകുന്ന കല്ല്, അഭിഷേകമാകുന്ന കല്ല്, ഉയർച്ചയാകുന്ന കല്ല്, സമൃദ്ധിയാകുന്ന കല്ല്, സൗഖ്യമാകുന്ന കല്ല്
ഞാൻ എടുത്തു വെക്കും. മൂലക്കല്ലിടേണ്ടത് നീയാ. നിന്റെ ജീവിതത്തിന് യേശു വസിക്കാൻ തക്ക വിധം, യേശു നിന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കാൻ തക്ക വിധം ഒരു മൂലക്കല്ല്, ഒരു തറക്കല്ലിടേണ്ടത് നീയാ. നീ ഇട്ടാൽ, നീ ചെയ്യേണ്ടത് ചെയ്താൽ അതിൻ്റെ മേളിൽ ഞാൻ എൻ്റെ കല്ലുകൾ പണിയാൻ തുടങ്ങും. നിങ്ങളുടെ ശാപത്തിൻ്റെ ലക്ഷണമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം അത് അടിയോടെ വേരോടെ പിഴുതു മാറിപ്പോയി. ആ മേഖലകളിലെല്ലാം ഇതാ അനുഗ്രഹം വരുവാൻ തുടങ്ങും. ഉണങ്ങിക്കിടക്കുന്ന ഒരു വൃക്ഷം ഇതാ തളിർക്കുന്നത് പോലെ തളിർത്ത് ഇല കൊണ്ടായി, പൂവുണ്ടായി, അത് കായുണ്ടായി, ഫലമായി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭാവിയെ ഓർത്തുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളെ ശാപങ്ങളെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ. നിന്റെ മുമ്പിൽ 100% സാധ്യതകളുണ്ട്. ബൈബിൾ പറയുന്നു, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട, യേശുവുമായിട്ട് ഐക്യപ്പെട്ട, ആത്മാവിൽ ഐക്യപ്പെട്ട ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷയുടെ ഒരു അനന്തരഫലങ്ങളും ഒരു ശാപങ്ങളും അതിൻ്റെ പരിണത ഫലങ്ങളും അവനെ തൊടുകയില്ല, അവനെ സ്പർശിക്കുകയില്ല. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ, യേശുവുമായിട്ട് ഒരേ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് പാപമുണ്ടോ, പാപത്തിന് ശിക്ഷയുണ്ടോ, അല്ലെങ്കിൽ ശാപമുണ്ടോ, അതിൻ്റെ അനന്തരഫലം കൊണ്ടോ ഇനി എന്താ വരുന്നത്, ഇതിനെക്കുറിച്ച് അവന് ചിന്തയേയില്ല. അവന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ അങ്ങനെ ഒരു ഭാരമേ അല്ല. ഹല്ലേലൂയ. ഞാൻ കുട പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വലിയ കുടയ്ക്കകത്താണ് പോകുന്നെങ്കിൽ എത്ര വലിയ മഴ പെയ്താലും അവന് ഭാരമില്ല, അവന് വിഷമിക്കുകയില്ല. കാരണം ഏത് വലിയ മഴയെയും ഒരു വെള്ളം പോലും എൻ്റെ ദേഹത്ത് തൊടാതെ വിധത്തിൽ കവർ ചെയ്യുന്ന വലിയൊരു കുട ഞാൻ പിടിച്ചിട്ടുണ്ട്, വലിയൊരു കുട ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട, യേശു ക്രിസ്തുവിൻ്റെ അകത്ത് മറയപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാപമൊന്നും അല്ല. അവൻ അതിനകത്ത് ഭാരപ്പെടുകയില്ല. അവന് ചിന്തയിൽ പോലും കടന്നു വരികയില്ല. നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 എന്താ പറയുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം കടന്നുപോയി, പഴയതെല്ലാം അവൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഉണ്ടായിരുന്നത്, മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചു എന്ന് അവൻ വിചാരിക്കുന്നതും കിട്ടിയെന്ന് അവൻ കരുതുന്നതും എല്ലാം എന്ത് ശാപമായിക്കോട്ടെ, തകർച്ചകളായിക്കോട്ടെ, ദുഃഖിപ്പിക്കുന്ന അനുഭവമായിക്കോട്ടെ, സഹോദര സഹോദരി, നീ ക്രിസ്തുവിലാകുന്നു എങ്കിൽ പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്നു മുതൽ പുതിയത് അനുഗ്രഹം, ഉയർച്ച, വിടുതൽ, സൗഖ്യം, സന്തോഷം, സമൃദ്ധി, സമ്പത്ത, സമാധാനം, ആനന്ദം, പ്രത്യാശ നിൻ്റെ ജീവിതത്തിൽ വരും. എപ്പോഴാ? പഴയതെല്ലാം കടന്നു പോകും, പുതിയത് വരും. എപ്പോഴാ? നീ ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ, നീ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുന്നുവെങ്കിൽ, യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തെ സ്വീകരിച്ച്, യേശുവിനെ കർത്താവായി നിൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായി കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്ത് നിൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ ഒരു ശാപവും നിന്നെ തൊടിയേല, ഒരു പാപവും നിന്നെ തൊടിയേല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്ക്. ഹല്ലേലൂയ. ഇസ്രായേലിന് ആ വിചാരമേക്കുകയില്ല, ഇസ്രായേലിന് ആ വിചാരമേക്കുകയില്ല. യാക്കോബിന് ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. ആരെല്ലാം എന്തെല്ലാം കൂടോത്രം ചെയ്യുന്നു പറഞ്ഞാലും, ആഭിചാര പ്രക്രിയ ചെയ്യുന്നു പറഞ്ഞാലും, ഇസ്രായേലിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരുവനെ
ഒരു ആവിചാര പ്രവർത്തികളും ഏസിയല, മന്ത്രവാദം, കൂടോത്തരം ഏസിയല, ഒരു പിശാസിനും അവനെ തൊടാൻ പറ്റിയല്ല. തൊടാൻ വന്നാൽ തൊട്ടവൻ്റെ കൈ കൊള്ളും. ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കൂ. ചുമ്മാ കരഞ്ഞ് കണ്ണുനീരോടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നിറങ്ങി കൺവെൻഷൻ ഗ്രൗണ്ടുകൾ കയറി ഇറങ്ങി നടക്കാതെ ഒരടിസ്ഥാനപരമായി നിങ്ങൾ ഒരു തറക്കല്ലിട്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന് ഒരു സ്ഥാനം കൊടുക്കുക. യേശുവിൻ്റെ വചനം അനുസരിക്കാൻ ശ്രമിക്കുക. കർത്താവിൻ്റെ ആലയത്തിന് തറക്കല്ലിട്ട അന്നു മുതൽ നിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയാം എന്ന് ഹഗ്ഗായി 2:18-19 പറയുന്നു. ഐശ്വര്യം, ഉയർച്ച, അഭിവൃദ്ധി നിന്റെ മേൽ കടന്നു വരും. ശാപത്തിൽ നിന്ന് വിടുതൽ, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഈ കേട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, എനിക്ക് സമ്പൂർണ്ണമായൊരു വിടുതൽ ആവശ്യമാണ്, സമ്പൂർണ്ണമായൊരു സൗഖ്യം ആവശ്യമാണ്. എൻ്റെ നിരാശയുടെ കെട്ടുപാടുകളിൽ നിന്ന്, മനസ്സിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയുടെ കെട്ടുപാടിൽ നിന്ന്, ചില പൈശാചിക ബന്ധനങ്ങളുടെ, ചില ലൈംഗിക പാപങ്ങളുടെ കെട്ടുപാടിൽ നിന്നൊരു വിടുതൽ എനിക്ക് ആവശ്യമാണ്. ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതെൻ്റെ വിധിയാണ്, ഇത് ഞാൻ അനുഭവിക്കാനുള്ളതാണ്, ഇത് പാരമ്പര്യമായി ഉള്ളതാണ് എന്നൊക്കെ ഞാൻ ആശ്വസിച്ച് അത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഫോർഗീവ് മീ ജീസസ്, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ശക്തമായി ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന 10,000ങ്ങളിലേക്ക് അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഒരു തറക്കല്ലിടുവാനായിട്ട്, ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഒരു മാറ്റമുണ്ടാകാൻ തക്ക വിധം അത്ഭുതത്തിൻ്റെ പ്രവൃത്തി 10,000ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഈ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. കല്ലുപോലെ ഹൃദയങ്ങൾ തച്ചുടയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ വ്യവഹാര ശക്തികൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടുന്നു. തെറ്റായ ബോധ്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഉത്കണ്ഠകൾ, നിരാശകൾ, സങ്കടങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. ഒരു പുതിയ ജീവിതത്തിന്, തലമുറകൾക്ക് ഒരു അടിസ്ഥാനമിടുവാൻ, ഒരു തറക്കല്ലിടുവാൻ ഈ മക്കൾ അനുഗ്രഹമായി മാറട്ടെ, 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 മാറട്ടെ. ഇവിടെ മക്കളിലേക്ക് അനുഗ്രഹം കടന്നു വരട്ടെ. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ദുഃഖങ്ങൾ, നിരാശകൾ, വ്യാസങ്ങൾ, അപമാനങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാപം അനുഗ്രഹമായി മാറട്ടെ, പരാജയം വിജയമായി മാറട്ടെ, രോഗം സൗഖ്യമായി മാറട്ടെ. ഹല 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 അനുഗ്രഹിച്ചതായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പാ, കൃപയോടെ കേട്ടനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് യേശുവിലൂടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.